ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല എന്ന വചനമാണ്. ഈ ലോകത്തിലേക്ക് നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ മറ്റുള്ളവരുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുകയും ആ തലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനവധി വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ബൈബിൾ നാം പരിശോധിച്ച് നോക്കുമ്പോഴും അപ്രകാരം മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനുവേണ്ടി പല മാർഗങ്ങളും തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളവരെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ പുതിയ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ അത് എണ്ണമിട്ട് പറയുന്ന അനവധി സംഭവങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ഭക്തനായ മൊർദെഖായിയെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഹാമാൻ്റെ ചരിത്രം ഇതിന് ഞാൻ ഒരു ഉദാഹരണമായി മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. രാജാക്കന്മാർക്കെഴുതിയ 2-ാം പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 13 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെടുന്നത് ദേവാലയത്തെ നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രവർത്തിച്ച പല തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനിയും ഇത് ഇവിടെ ഉണ്ടാവരുതെന്നാഗ്രഹിച്ചുകൊണ്ട് ദേവാലയത്തെ തകർത്ത് കളയുന്ന, ഉടച്ചു കളയുന്ന ഒരു മണ്ഡലത്തെക്കുറിച്ചും ആ ദൈവവചന ഭാഗങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. ആ വാക്യം ഞാൻ ഓർപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവത്തെയും ദൈവസഭയെയും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണികളെയുമൊക്കെ നശിപ്പിക്കണമെന്നുള്ള ഇച്ഛാശക്തിയോടുകൂടി പുറപ്പെട്ടിട്ടുള്ള അനവധി വ്യക്തികളും സംഘടനകളും ഒക്കെ ഈ മണ്ണിൽ നമുക്കിന്നും അന്നും കാണുവാൻ കഴിയുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്നാൽ നാശം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പിന്നിൽ പ്രവർത്തിച്ച് ദേവാലയങ്ങൾ തകർത്ത് ദൈവിക ശുശ്രൂഷകന്മാരെ നിർമൂലനാശം വരുത്തി ഇല്ലായ്മ ചെയ്യാമെന്നാഗ്രഹിച്ചവരൊക്കെ ഭൂമിയുടെ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടപ്പോഴും ദേവാലയങ്ങളും ദൈവസഭകളുമൊക്കെ പിന്നെയും വർദ്ധിച്ചു വരുന്ന കാഴ്ചകളാണ് നാം ചരിത്രത്തിൻ്റെ ഏടുകളിൽ കാണുവാനായിട്ട് സാധിക്കാറുള്ളത്. പുതിയ നിയമത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാലും ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ നശിപ്പിക്കണമെന്നുള്ള, യേശുക്രിസ്തുവിൻ്റെ നാശം കാണണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്നതായ ഒരു കൂട്ടം ആളുകളെയും ഒരു സംഘത്തെയും തന്നെ നമുക്ക് കൃത്യമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർ അവരുടെ പ്രയത്നങ്ങളിലൂടെ അവരുടെ ആഗ്രഹപ്രകാരം യേശുക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്യുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ന്യായാധിപ സംഘം ഒക്കെയും യേശുവിൻ്റെ നാശം ആഗ്രഹിച്ച് പ്രവർത്തിപ്പാനിടയായി തീർന്നു എന്നതാണ് യാഥാർത്ഥ്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തുവിനെ കൊല്ലുവാനും കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്യുവാനും കഴിഞ്ഞെങ്കിലും യേശുക്രിസ്തു കല്ലറയെ പ്രതിച്ചുയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ നാശം ആഗ്രഹിച്ചവർ നാശത്തിലേക്ക് കടന്നു പോകുവാനും കാരണമായി തീർന്നിട്ടുണ്ടെന്നും ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആരും മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുകയും മറ്റുള്ളവരുടെ നാശത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ട് നാം തന്നെ നശിച്ചു പോകുന്നവരായി തീരാതിരിക്കുകയും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുകയും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുവാൻ ഇടയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം മറ്റുള്ളവർ നാശം ആഗ്രഹിക്കുന്നവരല്ല, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവരായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾക്ക് അങ്ങയോട് ചേർന്ന് വസിപ്പാനും ഞങ്ങൾക്ക് തന്നെ നാശമുണ്ടാകുന്ന
മറ്റുള്ളവരുടെ നാശത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരനുഭവമായി ഞങ്ങളുടെ ജീവിതം തീരാതെ ദൈവത്തിനു വേണ്ടി നിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.